കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഹൈക്കോടതി. എന്നിട്ടും പ്രദർശിപ്പിക്കാൻ കഴിയാതെ തിയേറ്ററുകൾ. കേരളം എവിടെ എത്തി നിൽക്കുന്നു? കേരള സമൂഹം മതേതര സ്വഭാവമുള്ളതാണെന്നും അവർ ദ കേരള സ്റ്റോറി എന്ന സിനിമ സ്വീകരിക്കുമെന്നും അതിനാൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ലെന്ന് ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കെ, മതേതരത്വമെന്നും ജനാധിപത്യമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നുമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ നാളുകളിൽ കേന്ദ്ര സർക്കാരിനും ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾക്കുമെതിരെ ഉറഞ്ഞുതുള്ളിയ കേരളത്തിലെ ഇടതരും വലതരും ഒരുപോലെ നാണം കെട്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണുകൾ ഇറുക്കിയടച്ച അവർ തോളോട് തോൾ ചേർന്ന് ബൈൻഡ് അസ് ടുഗെദർ പാടി കേരള സ്റ്റോറിയെ നിരോധിക്കാൻ പഠിച്ച പണി 18ഉം പയറ്റിയിട്ടും കോടതി സിനിമയുടെ റിലീസിംഗ് തടയാതെ കേരളത്തിലെ മതേതര സമൂഹം ഈ സിനിമ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി ഊന്നി പറയുമ്പോൾ അത് ഇടതർക്കും വലതർക്കും അടിമകളല്ലാത്ത കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിൻ്റെയും ഇസ്ലാമിലെ മോഡറേറ്റ് വിഭാഗങ്ങളുടെയും വിജയം തന്നെയാണ്. ഒരുത്തനെ പാർട്ടിക്കാരനാക്കാനും അവൻ്റെ വോട്ട് പിടുങ്ങാനും തങ്ങൾ ഇക്കണ്ട കാലം മുഴുവൻ പാടി നടന്ന മതനിരപേക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമെല്ലാം ഇപ്പോൾ ഇടതരെയും വലതരെയും നോക്കി പരിഹാസത്തോടെ പല്ലിളിക്കുകയാണ്. അവനവൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ലെവലേശം ലജ്ജയില്ലാതെ സൗകര്യം പോലെ മാറ്റിയും മറിച്ചും ഉപയോഗിക്കാവുന്ന വിഷയങ്ങളായി ഇവ മാറിയിരിക്കുമ്പോൾ, കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഇറങ്ങിയ കാലം മുതൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ലീഗുമടക്കം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും മതനിന്ദ, വിഷലിപ്തത, കലാപം എന്നൊക്കെ കുരച്ച് ബഹളം കൂട്ടിയത് ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയായിരുന്നു അല്ലേ എന്ന പ്രസക്തമായ ചോദ്യം ഇപ്പോൾ കേരള സമൂഹത്തിൽ മുഴങ്ങുകയാണ്. BJP സർക്കാരിനെ കുറിച്ച് BBC പുറത്തുവിട്ട ഡോക്യുമെൻ്ററി ഇന്ത്യ മുഴുവൻ കൊണ്ടു നടന്ന് ആഘോഷിച്ചവർ, സിനിമ എന്ന ഫിക്ഷണൽ ആർട്ട് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യ പരിധിയിൽ നിന്നുകൊണ്ട് എടുത്ത കേരള സ്റ്റോറി എന്ന സിനിമ ആളുകൾ കണ്ടാൽ ചിലരുടെ അരി, മലർ, കുന്തിരിക്കമടക്കമുള്ളവയുടെ കച്ചവടം പൂട്ടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ നട്ടെല്ലിന് ഉറപ്പ് പോരാത്ത അതേസമയം തീവ്രവാദ ചിന്ത പേറുന്നവർ തിയേറ്റർ കത്തിക്കാനും മടിക്കില്ലെന്ന് പേടിച്ചിട്ടാവണം കേരളത്തിലെ റിലീസിംഗ് കേന്ദ്രങ്ങൾ പലതും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. പ്രദർശിപ്പിക്കുന്നവരാകട്ടെ പോലീസിൻ്റെ സംരക്ഷണം തേടിയിരിക്കുകയുമാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി തന്നെ സിനിമാ പ്രദർശനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് തുള്ളുന്നവർ സിനിമ തടയാൻ ശ്രമിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഇല്ലല്ലോ. തീവ്രവാദികളെ പറയുമ്പോൾ നോവുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടെന്നും ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാരിൽ വലിയ ഒരു വിഭാഗം അവർക്ക് വേണ്ടി വട്ടി പിടിക്കുന്നവരാണെന്നുമുള്ള തിരിച്ചറിവ് പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്നതാണ്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ കോടതികളിൽ പല ഹർജികൾ നൽകപ്പെട്ടു എന്നതും ആ വലിയ സത്യത്തെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഈ സിനിമ കാണാതെ സിനിമയിലെ ഉള്ളടക്കം എന്തെന്ന് അറിയാതെ ചന്ദ്രഹാസം ഇളക്കി സിനിമയ്ക്കെതിരെ നീങ്ങിയ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉള്ളടക്കം എന്താണ് എന്ന് വ്യക്തമായി അറിയാവുന്ന കക്കുകളിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് സ്വന്തം നിലപാട് വ്യക്തമാക്കാത്തത്? ഏതായാലും കേരള സ്റ്റോറി കേരളത്തിൽ നിന്ന് IS-ൽ പോയ ചിലരുടെ സ്വന്തം ജീവിത കഥയാണ്. ചില സമാധാന പ്രിയന്മാർ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ ആക്രമിച്ച് സിനിമാ പ്രദർശനം തടയണമെങ്കിൽ തടയട്ടെ. അധികം വൈകാതെ OTT-യിൽ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അടക്കം എല്ലാവർക്കും ഈ സിനിമ കാണാനാകും.